ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അപ്പോൾ ഒരു മാസം മുന്നേ ഞാനൊരു കണ്ടന്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ ടീത്ത് ബ്രേസസ് ജേണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ അതിൻ്റെ ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതായത് അതിനെപ്പറ്റി കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ കുറേ ദിവസമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോഴെനിക്ക് ഒരു മാസം മുന്നേ ആയിരുന്നു എനിക്ക് കമ്പി ടൈറ്റ് ചെയ്യാൻ പോകണമായിരുന്നു. ഒരു മാസം അല്ല, ഒരു 10-20 ദിവസമായിട്ടാണ് അങ്ങനെ കമ്പിയൊക്കെ ടൈറ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ടൈറ്റ് ചെയ്യാൻ പോണത് ഈ 24-ാം തീയതിയാണ്. അതായത് തൊട്ടടുത്ത ദിവസം തന്നെ 24-ാം തീയതി എനിക്ക് അടുത്ത് ടൈറ്റ് ചെയ്യാൻ പോകണം. അങ്ങനെ അപ്പോൾ നമ്മുടെ ബ്രേസസ് ജേണി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ കുറേ പേര് റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈവിൽ കുറേ പേര് ചോദിച്ചു ഇനി എന്നാണ് കമ്പി വാർക്കുന്നത്, അങ്ങനെയൊക്കെ കുറേ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ചെയ്യാം. എൻ്റെ പല്ലിൻ്റെ പ്രശ്നം എന്താണെന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അലൈൻമെൻറ്റിൻ്റെ പ്രോബ്ലം ആയിരുന്നു കേട്ടോ. അതായത് നമ്മുടെ അലൈൻമെൻറ്റ് തെറ്റിയിരുന്നിട്ടാണ് ഞാൻ ടീത്ത് ബ്രേസസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോഴിപ്പോൾ ഇട്ടിട്ട് ഇപ്പോൾ 2 മാസം ആവുന്നു, 2 മാസം കഴിയാനാവുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ അത് പറഞ്ഞപ്പം ആദ്യത്തെ എൻ്റെ ജേണി എങ്ങനെയായിരുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ പല്ലുകൊണ്ട് കാണിച്ചപ്പോൾ അവരെല്ലാം ചെക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ പല്ല് നല്ല ഇങ്ങനെ ഇടുങ്ങി അമിങ്ങിയിരുന്ന പല്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഉള്ള പല്ലായതുകൊണ്ട് തന്നെ നമുക്ക് പല്ലെടുക്കണം. അങ്ങനെ പല്ലെടുത്തിട്ടുണ്ടായിരുന്നു, 4 പല്ലെടുത്തേ. 4 പല്ലെടുത്തതിന് ശേഷമാണ് നമുക്ക് ടീത്ത് ബ്രേസസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പല്ലെടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്ത ദിവസം ക്ലീൻ ചെയ്യണമെന്ന് പല്ലൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ പല്ലിൽ മുത്തൊട്ടിക്കുന്നത്. അങ്ങനെ പല്ലെടുക്കുന്നത് വെച്ചാൽ നിസ്സാര പണിയൊന്നുമല്ല. പല്ലെടുത്തതിന് ശേഷം പിന്നെ സ്റ്റിച്ച് ചെയ്തൊക്കെ വിടും കേട്ടോ. പിന്നെ സ്റ്റിച്ച് എടുക്കാനൊക്കെ പിന്നെ നമ്മൾ പോകണം. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാൻ മതി. അപ്പോൾ അതിനുശേഷം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ടി ഞാനിപ്പോൾ പല്ലൊക്കെ ടൈറ്റ് ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. അങ്ങനെ നമ്മൾ പല്ല് ക്ലീൻ ചെയ്തു, പല്ലിൽ മുത്തൊട്ടിച്ചു, കമ്പി ഇട്ടു, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ലാസ്റ്റ് പോയപ്പോഴത്തേക്ക്, അതായത് അത് ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല, ലാസ്റ്റ് ഞാൻ പല്ല് ടൈറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് പുതിയൊരു ടൈപ്പ് ഒരു റബ്ബർ ബാൻഡ് ഈ 2 സൈഡിൽ പിടിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ സാധാ റബ്ബർ ബാൻഡ്സിലെ പല്ലിൽ കമ്പി ഇട്ടിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം. സാധാ റബ്ബർ ബാൻഡ്സ് ഉണ്ട്, കുഞ്ഞ് റബ്ബർ ബാൻഡ് ആയിരുന്നു. നമുക്കത് ഈ 2-4 സൈഡിൽ പലർക്കും പല രീതിയിലായിരിക്കും ട്രീറ്റ്മെൻറ്റ്. എനിക്ക് റബ്ബർ ബാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിട്ടിപ്പോൾ ആദ്യമൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ പെയ്യെ മാറും. നമ്മൾ അതിൻ്റെ അടുത്തോട് യൂസ്ഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ പെയിൻ ഒന്നും കാണില്ല. അങ്ങനെ ഇരിക്കവേ ലാസ്റ്റ് ഞാൻ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് പുതിയൊരു സാധനം, അതിനൊരു പേരുണ്ടെന്നാണ്, എന്തോ ഒരു ചെയിനുണ്ട്. ആ ചെയിൻ ഞാൻ എൻ്റെ പേര് നോക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പേര് മറന്നു പോയിട്ടുണ്ട്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പേര് കൊടുത്തേക്കാം, അതിൻ്റെ ഒരു പിക്ചറും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ പവർ ചെയിനോ അങ്ങനെ എന്തൊരു പേരാണ്. ഞാൻ എന്തായാലും അത് അതിനെപ്പറ്റി അറിയാതെ കൂടുതൽ ഞാൻ എൻ്റെ പേര് പറയുന്നില്ല. എന്തായാലും ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് ഇവിടെ സൈഡിൽ പിക്ചർ കൊടുത്തേക്കാം. അതാണ് സാധനം. അതെൻ്റെ ഈ 2 സൈഡിൽ പല്ലിൻ്റെ 2 സൈഡിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വേദന എങ്ങനെ ഉണ്ട് പൊന്നെ, 2 ദിവസം ഭയങ്കര വേദനയായിരുന്നു. കട്ടിയുള്ള ഒരു ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്നാണ് ഞാൻ നന്നായിട്ട് അറിഞ്ഞത് എൻ്റെ പൊന്നെ ഇത് ഇത്രയും പെയിൻ ഉണ്ടായിരുന്നു. ഫുഡ് ചവയ്ക്കാൻ പോലും പറ്റുന്നില്ല, അത്ര വേദനയായിരുന്നു. പക്ഷേ 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ പെയിനൊക്കെ ആ ഒരു സൈഡിൽ. അങ്ങനെ അതിട്ടു. പക്ഷെ അത് ഇടുന്ന എന്താ, നമ്മുടെ ഈ എടുത്ത പല്ല് അങ്ങോട്ട് നന്നായിട്ട്, അതായത് നമ്മുടെ ഈ പല്ലെടുത്ത ഗ്യാപ്പ് ഉണ്ടല്ലോ, ഗ്യാപ്പ് ഫില്ലാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ വിത്തിൻ 1 മന്ത് എനിക്ക് നല്ല രീതിയിൽ ഗ്യാപ്പൊക്കെ ഫില്ലാവുന്നുണ്ട്. അങ്ങനെ അതിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ആഫ്റ്റർ 1 മന്ത്, അതായത് ഇപ്പോൾ നമ്മൾ ഈ മാസം 24, അതായത് നമ്മൾ മറ്റന്നാളല്ലല്ലോ 24, 24 മറ്റന്നാളല്ല, 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് 24-ാം തീയതി ഫെബ്രുവരി 24-ാം തീയതി എനിക്ക് വീണ്ടും പോകണം. അപ്പോൾ താഴെ അതുപോലെ ഇടും കേട്ടോ. അതാണ് ഇതുവരെ ചെയ്തത്. അപ്പോൾ റബ്ബർ ബാൻഡ്സ് എനിക്കിനി മുകളിലിടണ്ട. മുകളിൽ റബ്ബർ ബാൻഡ്സ് എൻ്റെ അടുത്ത് ഇനി പറഞ്ഞ് മാറ്റിയിടണം. അതിൽ കുറച്ച് റബ്ബർ ബാൻഡ്സ് അവർ തന്നു വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോഴേ റബ്ബർ ബാൻഡ്സ് മാറ്റി ഇടാനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എനിക്കത് വേണ്ട, റബ്ബർ ബാൻഡിൻ്റെ മുകളിലത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ മാറ്റി ഇടണം. അതാണ് എൻ്റെ ഒരു ടാസ്ക്. അപ്പോൾ ഇനി അടുത്തതിന് ചെല്ലുമ്പം അവിടെ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റബ്ബർ ബാൻഡ് മാറ്റിയിടണം. മാസത്തോറും ഇതുപോലെ ഒന്ന് കമ്പി ടൈറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഈ റബ്ബർ ബാൻഡ് വലിച്ചിരുന്നത് നമ്മളതാണ്ട് ഈ എടുത്ത പല്ലില്ലേ, അതായത് നമ്മൾ ഇവിടെ പല്ലെടുത്തെങ്കിൽ ആ എടുത്ത പല്ലിൻ്റെ തൊട്ടപ്പുറത്തുള്ള പല്ലിലും, പിന്നെ അതുപോലെ തന്നെ ആ ഗ്യാപ്പിൻ്റെ തൊട്ടിപ്പുറത്തെ പല്ലിൽ, അത് അവിടെയാണ് നമ്മൾ മറ്റേ റിങ് ഇടുമല്ലോ, ആ റിങ്ങിലോട്ടാണ് എടുത്ത് വെക്കുന്നത്. അങ്ങനെ പിന്നെ വെച്ചാൽ ഇന്ന് വരെ എൻ്റെ പല്ലിൽ മുത്തൊന്നും പോയിട്ടില്ല. കുറേ പേര് എൻ്റെ അടുത്ത് പിന്നെ ലൈവിൽ വന്ന് കുറച്ച് ക്വസ്റ്റ്യൻസിനും കൂടി ഞാൻ റിപ്ലൈ തരുവാണ്. കഴിക്കാൻ പറ്റുമോ, ചിക്കനും ബീഫൊക്കെ മാറ്റി വെക്കേണ്ടി വന്നില്ലേ, അതൊന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കുമല്ലോ എന്നൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഉണ്ടല്ലോ, ഒരു സത്യം ഞാൻ ഉള്ളത് തുറന്നു പറഞ്ഞാൽ, ഞാൻ ഈ പല്ലിൽ കമ്പിയിട്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടില്ല കേട്ടോ ഒരു ഫുഡും. ഞാൻ ഒന്നാമത്തെ കാര്യം മുറുക്കങ്ങനെ അധികം കഴിക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് തന്നെ അതങ്ങനെ കഴിക്കാറില്ല. ചപ്പാത്തി കഴിക്കാറുണ്ട്, ചിക്കൻ കഴിക്കാറുണ്ട്, ബീഫ് എനിക്ക് അലർജിയാണ്, അതുകൊണ്ട് ബീഫ് കഴിക്കാറില്ല. ബാക്കി എല്ലാ ഐറ്റംസും ഞാൻ നന്നായിട്ട് കഴിക്കും. ഷവർമ, അൽഫാമോ, ബ്രോസ്റ്റഡ് ചിക്കൻ എല്ലാം നന്നായിട്ട് കഴിക്കും. അപ്പോൾ അവരിങ്ങനെ എങ്ങനെ കഴിക്കും, ഞങ്ങൾ മനുഷ്യന്മാരുടെ കാര്യം ചോദിച്ചിരുന്നു. ഞാൻ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ മുമ്പ് കഴിച്ച് നമുക്ക് ഭയങ്കര ആസ്വദിച്ച് അങ്ങനെ എടുത്ത്, ഇപ്പോൾ ഒരു ബർഗറൊക്കെ ആണെങ്കിൽ തന്നെ ഇങ്ങനെ എടുത്ത് കടിച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ല. അതൊന്നാമത്തെ കാര്യം. കാരണം നമ്മൾ അങ്ങനെ പ്രഷർ കൊടുത്താൽ ഈ കമ്പി പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്.
നമുക്കങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വെച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ല, നമ്മൾ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആപ്പിൾ, ഇങ്ങനെ എല്ലാ ഫ്രൂട്ട്സും കഴിക്കും, ഫ്രൂട്ട്സ് എല്ലാം കഴിക്കും, എല്ലാം കഴിച്ചാൽ നമ്മൾ കുഞ്ഞി പീസാക്കി കട്ട് ചെയ്ത് നമ്മുടെ ഈ സൈഡിലോട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോഴങ്ങനെയാണ്, അതായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡ് കഴിക്കുന്ന രീതി, ഫുഡ് അതിൻ്റെ കൂടി പറയാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒരു വീഡിയോ ആഡ് ചെയ്യും. ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ഫുഡും കഴിക്കും. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് അതേ കണക്ക് റോ ആയിട്ട് കഴിക്കും, നമുക്ക് ജ്യൂസും സ്മൂത്തിയൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ ഇങ്ങനെയും കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിലാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇതുപോലെ സ്മൂത്തി ആക്കിയൊക്കെ കഴിക്കാൻ പറ്റും. അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ചെറുതായിട്ട് കടിച്ചെടുത്ത് കഴിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. ബർഗറൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ചെറിയ പീസായിട്ട് പിച്ചി കഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ചിക്കനും കഴിക്കാം. ചിക്കൻ എന്ന് വെച്ചാൽ വേറെ കണ്ട് എല്ലൊന്നും എടുത്ത് വായിൽ വെച്ചിട്ട് കടിയൊന്നും കൊടുക്കരുത്, കമ്പി ഉറപ്പായിട്ടും പൊട്ടിപ്പോവും, അത് വേറെ കാര്യം. എല്ലില്ലാത്ത ഭാഗമില്ല, അത് കുറച്ച് പിച്ചി ഉള്ളിലേക്ക് വെച്ച് കഴിച്ചാൽ മതി. ബീഫാണെങ്കിൽ പോലും കുഞ്ഞായിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് കഴിക്കണം കേട്ടോ. നമ്മൾ കുറച്ച് നല്ല ഹാർഡാണെങ്കിൽ പാടാണ്. കഴിക്കില്ല, നമ്മൾ വറുത്ത കടലയൊക്കെ കിട്ടുമല്ലോ, കപ്പലണ്ടി, അതൊക്കെ എങ്ങനെ കഴിക്കുന്നത് വെച്ചാൽ കപ്പലണ്ടി അധികം കഴിക്കാറില്ല, കടല കഴിക്കും. കടല എങ്ങനെ കഴിക്കുന്നത്, നമ്മൾ ഈ കടല ഇങ്ങനെ പാക്കറ്റിൽ കിട്ടത്തില്ലേ, നല്ല കടല കിട്ടുമല്ലോ, അതിന് എന്തോ പറയണ്ട, ആ കടല നമ്മൾ മിക്സറിലൊക്കെ കിടക്കുള്ളൊരു ചെറിയ കടല, അതിൻ്റെ തന്നെ നമ്മളിങ്ങനെ കിട്ടും, ഇങ്ങനെ വറുത്തത്. അതെങ്ങനെ ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ മിക്സിയിലിട്ടതങ്ങ് പൊടിക്കും. എനിക്കാണ് അത് കഴിക്കാതിരിക്കാനും പറ്റത്തില്ല, കൊണ്ടുവന്നാലും ഞാൻ കഴിക്കാം. അമ്മ എനിക്കത് ഇടയ്ക്ക് മേടിച്ച് തരാറുണ്ട്. അപ്പോഴേ ഞാനതെങ്ങനെ കഴിക്കാം, മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങ് ക്രഷ് ചെയ്യും, നന്നായിട്ട് പൊടിച്ചിട്ട് ഞാൻ വാരിയങ്ങ് തിന്നും അങ്ങനെ. പിന്നെ അല്ലാതെ കടലയൊക്കെ കഴിക്കാനാണെങ്കിൽ പൊട്ടിപ്പോവും. അതാ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി, പക്ഷേ ശ്രദ്ധിക്കുക. ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാരി വലിച്ച് അങ്ങനെ കഴിക്കാനൊന്നും പോരുത് കേട്ടോ. കമ്പിയെല്ലാം പൊട്ടിപ്പോയി പിന്നെ ഡോക്ടറിൻ്റെ നിന്ന് വഴക്കും കേട്ടിട്ട് വരരുത്. അതൊന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നഖമൊന്നും കടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നഖം കടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ നഖം കടിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് കമ്പിയൊക്കെ പൊട്ടിപ്പോകും കേട്ടോ. നഖം കടിക്കരുത്, ആദ്യമേ ഡോക്ടർ പറയുന്നത് നഖം കടിക്കാനേ നിൽക്കരുത്. കട്ടിയുള്ള സാധനങ്ങൾ നമ്മൾ പണ്ടത്തെ ഓർമ്മയിൽ കയറി കടിക്കരുത്. അതൊക്കെ ശരി, അതൊക്കെ നമുക്കൊരു കൺട്രോൾ വന്നിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഫുഡൊക്കെ നമ്മൾ കുറേ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഫുഡ് കഴിക്കുമ്പോഴത്തേക്കാണെങ്കിൽ വലിയ സാധനങ്ങളാണെങ്കിൽ എടുത്ത് ചാടി കഴിക്കാൻ നിൽക്കരുത്. ഇതുപോലെ കുഞ്ഞി പീസാക്കി കഴിക്കാം. പിന്നെ സ്മൂത്തി ജ്യൂസ് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ കറക്റ്റായിട്ട് മാസം അവർ പറയുന്ന സമയത്ത് നമ്മൾ പോയി കമ്പിയൊക്കെ ടൈറ്റ് ചെയ്യണം. അത് മെയിനായിട്ടുള്ള കാര്യമാണ്, കമ്പി ടൈറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വലിച്ചു വാരി എല്ലാം കൂടി കഴിക്കാതിരിക്കുക. കഴിക്കാൻ പറ്റും, നമുക്ക് ഫുഡൊക്കെ പറ്റുന്ന രീതിയിൽ കഴിക്കുക. പിന്നെ സമയത്ത് പോയി കമ്പി ടൈറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പേര് ഞാൻ അവിടെ ചെന്നതിന് എക്സ്പീരിയൻസ് പറയാറുണ്ട്, അവർ കറക്റ്റായിട്ട് ഇതുപോലെ കമ്പി ടൈറ്റ് ചെയ്യാൻ ചെയ്യാറില്ല, മടി കാരണം പോകത്തില്ല എന്നൊക്കെ. ഞാൻ ഇതുവരെ എല്ലാത്തിനും പോയിട്ടുണ്ട്, നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ്, എനിക്കിതെല്ലാം ഫിനിഷായി കഴിഞ്ഞിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് വരെ ഇങ്ങനെയാണ് കേട്ടോ, ഫുഡൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ കഴിക്കാം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവർ ഇത് മൗത്ത് വാഷ് ഒക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക. ഫുഡൊക്കെ കഴിച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡാണെങ്കിൽ ബ്രഷ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതൊക്കെയുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം എനിക്ക് വേദനയൊന്നും അറിയാനില്ല കേട്ടോ, ഇപ്പം ഞാൻ എന്നോട് ശീലമായി, ഇപ്പം എനിക്ക് കുഴപ്പമില്ല. ഇപ്പം എൻ്റെ പല്ലിൽ ഒരു കമ്പി ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയും എപ്പോഴാണെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ, നമ്മൾ മന്ത്ലി ടൈറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അറിയും. ആ ഒരു പ്രശ്നമുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ധൈര്യമായിട്ട് കമ്പി ഇടാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ, നമുക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റും. എല്ലാ ഫുഡും എന്ന് വെച്ചാൽ എല്ലാം ഞാൻ പറയുന്നില്ല, ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് നെല്ലിക്കയൊക്കെ എന്ന് വെച്ചാൽ കടിച്ച് കുറച്ച് കഴിക്കാൻ നമുക്ക് കഴിക്കാൻ പറ്റും ഫുഡ്, പക്ഷെ കഴിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പം നെല്ലിക്കയാണെങ്കിൽ പോലും നമുക്ക് ജ്യൂസ് അടിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൊച്ചു പീസാക്കിയിട്ട് കഴിക്കാം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നെ ഫുഡ് കഴിച്ചുകൂടാ, അങ്ങനെയൊന്നും അല്ല. ഫുഡ് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. അപ്പം അതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. ടീത്ത് ബ്രേസസ് ഇട്ടവർക്ക് ഇതൊരു യൂസ്ഫുൾ ആയെന്ന്. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫുഡൊക്കെ ശ്രദ്ധിച്ച് കഴിക്കുക, അത്രേ ഉള്ളൂ. ചോറൊക്കെ പിന്നെ കഴിക്കാൻ വലിയ പാടൊന്നുമില്ല, അതൊക്കെ എന്തല്ലേ പാട്. അങ്ങനെ പിന്നെ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക. ഓക്കെ, അത്രയൊക്കെ തന്നെ. വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക, ഫ്രൂട്ട്സൊക്കെ കഴിക്കുക, അതൊക്കെ തന്നെ. പിന്നെന്താ, നമ്മുടെ ഫേസ് നന്നായിട്ട് ഒട്ടും, അത് മെയിൻ പോയിന്റ് ആണ് കേട്ടോ. പല്ലിൽ കമ്പി ഇടുന്നവരുടെ മെയിൻ ഒരു കാര്യമാണ്. ഞാൻ കൂടുതലും കണ്ടിട്ടുള്ള അങ്ങനെയാണ്, എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. ഞാൻ കുറച്ചും കൂടി വണ്ണമുള്ള ഒരാളായിരുന്നു. അങ്ങനെ പല്ലിൽ കമ്പിയിട്ട ഇടയ്ക്ക് എനിക്ക് ഡെങ്കിപ്പനി വന്നു, അങ്ങനെയൊക്കെ കുറേ ആയപ്പോഴത്തേക്ക്. പിന്നെ അതുപോലെ എൻ്റെ ഫേസ് നന്നായിട്ട് ഒട്ടുന്നുണ്ട്, എനിക്ക് നല്ല കവിള് ഇതിനേക്കാളും മുന്നേ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ അറിയാൻ പറ്റും, നല്ല കവിളുള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് ഫേസ് നന്നായിട്ട് ഒട്ടി, അത് ഈ സൈഡ് നന്നായിട്ട് ഒട്ടും. അതായത് പിന്നെ വേറെ കാര്യം, ഈ കമ്പിയൊക്കെ ഇളക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അതൊക്കെ ഓക്കെ ആവും. അങ്ങനെയും കുറേ പേരുടെ ഞാൻ കണ്ടായിരുന്നു. കമ്പി ഇട്ടേക്കുന്ന ടൈമിൽ നമ്മുടെ പല്ല് ഒതുങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഒന്നും ഒട്ടും, ആ ഒരു പ്രശ്നം അതുണ്ടാവും. പക്ഷേ എനിക്ക് എൻ്റെ ഫേസ് ഇഷ്ടമാണ്, കാരണം എനിക്ക് ഒരുപാട് വണ്ണം വെക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ഓക്കെ, അങ്ങനെ അത്രയൊക്കെ. പിന്നെ എനിക്കൊന്ന് ആ കവിളൊട്ടീനേക്കാൾ ഇപ്പോൾ ഇച്ചിരി കൂടി ഒന്ന് ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതേ ഉള്ളൂ. പിന്നെ നമ്മുടെ പല്ലൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ടില്ലേ, കുറച്ചൊക്കെ വേദന സഹിക്കാമെന്ന്. കുറച്ചൊക്കെ വേദന തിന്നാലല്ലേ നല്ലൊരു കാര്യത്തിന് വേണ്ടിയില്ല. ആദ്യമൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു വേണ്ടായിരുന്നെന്ന്, കാരണം ആ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചപ്പോൾ അയ്യോ വേണ്ടായിരുന്നെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുഴപ്പമില്ല, നമുക്ക് സഹിക്കാവുന്ന വേദനയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ ടീത്ത് ബ്രേസസിൻ്റെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് മതി, ഞാൻ വീഡിയോസ് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം, സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ,
ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്, ഞാൻ അതുപോലത്തെ വീഡിയോസ് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ ബൈ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ.